ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസിനെ പറ്റിയാണ്. അതിൽ ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് മാത്രമാണ് KTU സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷന് ഒരു ഡേറ്റ ഐറ്റം യൂസ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ ഐറ്റത്തിനെ ആദ്യം ലോക്ക് ചെയ്യണം. ആ ഡേറ്റ ഐറ്റത്തിന് എന്ത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അതിനെ ലോക്ക് ചെയ്യണം. അതാണ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഓപ്പറേഷൻസ് ആണ് മെയിൻലി ഒരു ഡേറ്റ ഐറ്റത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് റീഡും വേറെ റൈറ്റും. ആദ്യം അപ്പോൾ ഈ റീഡ് ഓപ്പറേഷൻ ഡേറ്റ ഐറ്റത്തിന് പെർഫോം ചെയ്യണമെങ്കിലും റൈറ്റ് ഓപ്പറേഷൻ ഡേറ്റ ഐറ്റത്തിന് പെർഫോം ചെയ്യണമെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ആ ഡേറ്റ ഐറ്റത്തിന് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി രണ്ട് ടൈപ്പ് ലോക്കാണുള്ളത്. ഒരെണ്ണം ഷെയർഡ് ലോക്കും ഒരെണ്ണം എക്സ്ക്ലൂസീവ് ലോക്കും. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷന് ഒരു ഡേറ്റ ഐറ്റത്തിൽ ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അത് അക്വയർ ചെയ്യുന്ന ലോക്കാണ് ഷെയർഡ് ലോക്ക്. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ട്രാൻസാക്ഷൻ T1 S(A) എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിൽ ഷെയർഡ് ലോക്ക് അപ്ലൈ ചെയ്തു എന്നാണ്. അതിനുശേഷം ആ ഡേറ്റ ഐറ്റം എനെ റീഡ് ചെയ്തു. അതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ലോക്കാണ് എക്സ്ക്ലൂസീവ് ലോക്ക്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഈ എക്സ്ക്ലൂസീവ് ലോക്ക് അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിന് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം, രണ്ട് ഓപ്പറേഷനും ഒരുമിച്ച് വേണമെങ്കിൽ പെർഫോം ചെയ്യാം. എക്സ്ക്ലൂസീവ് ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് X(A) എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനർത്ഥം A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിൽ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്തു. അതിനുശേഷം A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനെ റൈറ്റ് ചെയ്തു. ഇത് നമ്മുടെ ലോക്ക് കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ് ആണ്. ലോക്ക് കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റം ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഐറ്റം Aക്ക് എത്ര ഷെയർഡ് ലോക്ക് വേണേലും അറ്റ് എ ടൈം അക്വയർ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്ക്ലൂസീവ് ലോക്ക് ഒരേ ഒരു ഡേറ്റ ഐറ്റത്തിന് ഒരു തവണ മാത്രമേ അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു ഡേറ്റ ഐറ്റത്തിന് ഒരു എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ഒരു ലോക്കും അക്വയർ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്ക്ലൂസീവ് ലോക്കിൻ്റെ കൂടെ വേറൊരു ഷെയർഡ് ലോക്ക് പറ്റില്ല, വേറൊരു എക്സ്ക്ലൂസീവ് ലോക്കും പറ്റില്ല. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണോ ഈ ഷെഡ്യൂൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. രണ്ട് ട്രാൻസാക്ഷനുണ്ട്, T1 T2. ട്രാൻസാക്ഷനിൽ T1 കുറേ ഓപ്പറേഷൻസ് ഉണ്ട്, T2ലും കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ എക്സ്ക്ലൂസീവ് ലോക്ക് എവിടെയാണ് വരുന്നതെന്ന് നോക്കണം. ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ലോക്ക് എവിടെയാണ് വരുന്നത്? ഈ X(A)യിലാണ്, X(A)യിലും X(B)യിലുമാണ് എക്സ്ക്ലൂസീവ് ലോക്ക് വരുന്നത്. A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിലും B എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിലും. എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഒരു ഡേറ്റ ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ഒരു ലോക്കും വരാൻ പാടില്ല. അപ്പം Aയിൽ നമ്മൾ ആദ്യം നോക്കാം. A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Aക്ക് ഒരു ഷെയർഡ് ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിൽ ഉള്ള ഷെയർഡ് ലോക്ക് അൺലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. അടുത്ത എക്സ്ക്ലൂസീവ് ലോക്കിലേക്ക് നമുക്ക് വരാം. B എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം Bക്ക് വേറെ ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, Bക്ക് ഒരു ഷെയർഡ് ലോക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഷെയർഡ് ലോക്ക് അൺലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഷെയർഡ് ലോക്ക് Bക്കുള്ളത് അൺലോക്ക് ചെയ്യാണ്ടാണ് Bക്ക് വേറെ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് സാധ്യമല്ല. അതുകൊണ്ട് ഇതൊരു ലോക്ക് കോമ്പാറ്റിബിൾ അല്ല. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ ലോക്ക് കോമ്പാറ്റിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ എക്സ്ക്ലൂസീവ് ലോക്ക് എവിടെയാണുള്ളത്? ഇവിടെ ആകെ ഒരു എക്സ്ക്ലൂസീവ് ലോക്കേ ഉള്ളൂ. അത് A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനാണ്. ആ A എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിന് വേറെ ലോക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു ഷെയർഡ് ലോക്ക് ഉണ്ടായിരുന്നു. ആ ഷെയർഡ് ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് Aക്ക് എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. ഇതിനാണ് നമ്മൾ സിമ്പിൾ ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ സിമ്പിൾ ലോക്കിംഗ് പ്രോട്ടോകോളിന് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഇത് സീരിയലൈസബിലിറ്റി ഗ്യാരണ്ടി ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലോക്കിംഗ് മെക്കാനിസമാണ് 2 ഫേസ് ലോക്കിംഗ്, 2PL എന്ന് പറയും. 2PL ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും എപ്പോഴും. പേര് പോലെ തന്നെ 2PL എന്ന് പറഞ്ഞാൽ 2 ഫേസസ് ഉണ്ട് ഈ ലോക്കിംഗ് മെക്കാനിസത്തിന്. ഒന്ന് ഗ്രോയിങ് ഫേസും ഒന്ന് ഷ്രിങ്കിങ് ഫേസും. ഗ്രോയിങ് ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡേറ്റ ഐറ്റത്തിന് പുതിയ ലോക്സ് അക്വയറി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒൺലി ലോക്കിംഗ് മാത്രമേ അവിടെ അലോ ചെയ്യുന്നുള്ളൂ, ഒരു അൺലോക്കിങ്ങും ഇല്ല. ഷ്രിങ്കിങ് ഫേസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ചുരുങ്ങി വരികയാണ്. നമ്മുടെ ഡേറ്റ ഐറ്റത്തിനുള്ള എക്സിസ്റ്റിംഗ് ലോക്സൊക്കെ റിലീസ് ചെയ്യും, പുതിയ ഒരു ലോക്കും അക്വയറി ചെയ്യില്ല. അൺലോക്കിംഗ് മാത്രമായിരിക്കും ഷ്രിങ്കിങ് ഫേസിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യാനുള്ളത് ഈ 2 ഫേസ് ലോക്കിങ്ങിനെ പറ്റിയുള്ളത്. ഒരു ട്രാൻസാക്ഷനിൽ ആദ്യം പെർഫോം ചെയ്യേണ്ടത് ഗ്രോയിങ് ഫേസാണ്, അത് കഴിഞ്ഞ് മാത്രമേ ഷ്രിങ്കിങ് ഫേസ് പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഷ്രിങ്കിങ് ഫേസ് കഴിഞ്ഞിട്ട് ഗ്രോയിങ് ഫേസ് പോസിബിൾ അല്ല. അതിനർത്ഥം അൺലോക്കിങ് കഴിഞ്ഞിട്ട് വീണ്ടും ലോക്കിംഗ് പോസിബിൾ അല്ല. അതുപോലെ വേറെ ഒരെണ്ണം, ഗ്രോയിങ് ഫേസ് കമ്പൽസറി ആയിട്ടും വേണം. അതായത് ലോക്കിംഗ് ഒരു ഡേറ്റ ഐറ്റത്തിൽ കമ്പൽസറി ആയിട്ടും വേണം, പക്ഷേ ഷ്രിങ്കിങ് ഫേസ് ഓപ്ഷനിലാണ്. ആ ഡേറ്റ ഐറ്റത്തിനെ അൺലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് ഒരു ഡേറ്റ ഐറ്റത്തിനെ, പക്ഷേ അൺലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 2PL ഷെഡ്യൂൾസ് എപ്പോഴും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും. പിന്നെ ഒരു പോയിൻ്റ് ഉള്ളത് ലോക്ക് പോയിൻറ്റ്. ഒരു ട്രാൻസാക്ഷൻ ലാസ്റ്റ് ലോക്ക് അക്വയർ ചെയ്യുന്ന സ്ഥലമാണ് ലോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ലോക്കിങ്ങിൻ്റെ ബേസിക്സ് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.